ഹലോ ഹലോ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സൺഡേയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. ഇതിപ്പോൾ സൺഡേ ആണ്. ഞങ്ങൾ രാവിലെ ഉറക്കം എണീറ്റു. 8 മണിക്ക് ഉറക്കം എണീറ്റു. 8 മണിയായല്ലേ? സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ആണെങ്കിൽ എണീറ്റു, കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്തു. കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പി ഉണ്ടാക്കി, ഞാൻ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് ഉച്ചഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ രാവിലെ കുറേ തുണി അലക്കലുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടല്ല, അതിവിടുത്തെ ഒരു മെയിൻ റൊട്ടീനാണ്. എല്ലാ ദിവസവും തുണി കഴുകാനുണ്ടാവും. നമുക്ക് ഒത്തിരി തുണികളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി വിരിച്ച്, പ്രത്യേകിച്ച് എൻ്റെത്, അച്ഛൻ്റെത്, എൻ്റെത്. കാരണം ഇവിടെ എല്ലാവരും എന്താ, ഒരു ഡ്രസ്സ് ഒരു നേരം ഇടും. ഇപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയെന്ന് വെച്ചോളൂ, പോയിട്ട് ഒരു 5 മിനിറ്റ് പോയിട്ട് വന്നാലും അപ്പം തന്നെ ആ ഡ്രസ്സ് മാറ്റി അങ്ങ് കഴുകാനിടും. പിന്നെ എനിക്കും ആ ഒരു ശീലം ഉള്ളത് കൊണ്ട് ഞാൻ അവരെ വഴക്ക് പറയാറില്ല. ആ ജോലി അത്രയും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് എന്താ തുണി അലക്കൽ പരിപാടി എല്ലാം കുറേ ഹാൻഡ് വാഷ് ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നിപ്പോൾ വിചാരിച്ചു, അങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് സ്പെഷ്യൽ അങ്ങനെയൊന്നും ഇല്ല. മീനൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ. ഇന്ന് കുറച്ച് പറമ്പിലോട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. അച്ഛൻ ഇറച്ചി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അത് കുറച്ച് വയ്ക്കണം. കുറച്ച് നെല്ലിക്ക നിപ്പുണ്ട് കേട്ടോ, ചുവന്ന നെല്ലിക്ക. അപ്പോൾ അത് ലൗലി നെല്ലിക്കയോ അങ്ങനെയൊക്കെ പറയും. അതാണ് നിങ്ങൾ അറിയത്തില്ല, ഇവിടെ ലൗലി നെല്ലിക്ക എന്ന് പറയും. അപ്പൊ അതൊന്ന് നമുക്ക് പറിക്കണം. അപ്പൊ കുറച്ച് എന്താണ്, ഞങ്ങളിവിടെ ഇപ്പോ ഞങ്ങൾ താമസിക്കുന്നത് റെന്റിന് താമസിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഓൺ ഹൗസ് അല്ല ഇത്. അപ്പോൾ എങ്കിലും ഞങ്ങളിവിടെ വന്നതിന് ശേഷം കുറച്ച് ചെടികളൊക്കെ പറമ്പിൽ നട്ടു വെച്ചിട്ടുണ്ട്. ചെടികൾ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പപ്പായ അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി നടണം. അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. ഇതാ അമ്മ ഇവിടെ കിച്ചണിലാണ് കേട്ടോ. കുറച്ച് ചിക്കൻ മേടിച്ചു. അപ്പോൾ അത് വയ്ക്കേണ്ട ഒരു തയ്യാറെടുപ്പിലാണ്. ചിക്കൻ തോരൻ വയ്ക്കും. അത് എവിടെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഫുൾ അടുക്കള ജോലിയല്ല. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചു കളയരുത്, കള്ളിയാണ്. അത് ശരിയാണ്. പിന്നെ രാവിലെ കാപ്പി ഒന്നും അമ്മ ഉണ്ടാക്കാൻ അടുക്കളയിൽ വരത്തില്ല കേട്ടോ. രാവിലെ അമ്മ എണീറ്റ് കുറച്ച് അമ്മയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരാന്തിയിലിരിക്കും. അപ്പോൾ ഞാൻ അടുക്കളയിൽ എന്താണ് കാപ്പി ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് അമ്മ എന്നെ കൂടെ സഹായിക്കും. ചോറ് അമ്മയാണ് ചോറ് വയ്ക്കുന്നത്. ഇപ്പം ഞാൻ കറികളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ചിക്കൻ തോരൻ ഞാൻ നല്ലതായിട്ട് വയ്ക്കുന്നത് കൊണ്ട് അമ്മ പറഞ്ഞു നീ വേണ്ട. കടുക് പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിച്ചു. ഇതിപ്പോ എന്റെ പരിപാടി എന്താണെന്നറിയോ? ഇത് കണ്ടോ, മീന് നല്ല അയലയുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നല്ല അയല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്റെ പരിപാടിയാണ്. പിന്നെ ഇത് അമ്മ കുക്കറിൽ ചിക്കനൊക്കെ വേവിച്ചിട്ട് തട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കൂ, ഞങ്ങൾ വേവിക്കുന്നത് കാണിച്ചു കൊടുക്കൂ എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ഓക്കെ ആയി. പിന്നെ അമ്മുവിൻ്റെ പരിപാടി ഇവിടെ എന്താണ്, പാരസൈറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കും. അതാണ് അവളുടെ പരിപാടി. ടേസ്റ്റ് ചെയ്യുന്നത് വെറുതെ തള്ളാണ് കേട്ടോ. ആഹാരമൊന്നും നേരെ കഴിക്കൂല, അതിനിവിടെ അടിയാണ്. പിന്നെ അയല മുളകിട്ട് വെച്ചതുണ്ട്. പിന്നെ ഇവിടെ തോരൻ, പിന്നെന്താ വാഴയ്ക്ക തോരൻ വച്ചിട്ടുണ്ട് കേട്ടോ. വാഴയ്ക്ക തോരനുണ്ട്, മീൻ ഫ്രൈ, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ പിന്നെ സ്പെഷ്യലൊന്നുമില്ല. ഞങ്ങളെന്താ നെല്ലിക്ക പറിക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പം തന്നെ വീണ്ടും ലേറ്റായി കേട്ടോ. കുറച്ചുകൂടെ തുണി അലക്കം ഉണ്ടായിരുന്നു. എല്ലാം എന്താണ്
ആ അമ്മാരസോ എല്ലാം കുളമായി. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല. തുണി കഴുകി വേറെ കുറച്ച് വീട് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു. ഇപ്പൊ തന്നെ മണി 1 കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും 1 2 മണിയായി. എല്ലാവർക്കും കട്ട വിശപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അടുക്കളയിൽ ഇത്രയും ഉത്സാഹിച്ച് നിൽക്കുന്നത് കേട്ടോ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കരുതി ഇനി എന്തായാലും ചോറ് കഴിക്കാം. ചോറ് കഴിച്ചതിന് ശേഷം പുറം പണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം പുറത്ത് പണിക്കിറങ്ങിയാൽ പിന്നെ കുളിക്കാതെ നമുക്ക് ആഹാരം കഴിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടിക്ക് ഇറങ്ങും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു നെല്ലിക്ക പറിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇത് കണ്ടോ, കുറേ നെല്ലിക്കയുണ്ട്. പക്ഷേ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും തത്ത വന്ന് കൊണ്ടുപോയി. 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നു. നമുക്ക് പറിക്കാം, അച്ചാറിടാം, ചേച്ചിക്കൊക്കെ കൊടുക്കാം അങ്ങനെ പറഞ്ഞ് വിളിച്ചു. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഊർജ്ജസ്വലരായതുകൊണ്ട് ആദ്യം ഇങ്ങനെ നടക്കും. അപ്പോൾ ഇപ്പോൾ വഴക്ക് പറഞ്ഞ് അമ്മ നെല്ലിക്ക പറിക്കണുണ്ട്. മിക്കവാറും ഈ തോട്ടയും അമ്മയുമായിട്ട് ഇവിടെ എവിടെയെങ്കിലും കാണാം നമുക്കടുത്ത്. അമ്മുക്കുട്ടിയാണെങ്കിൽ ഫുഡ് കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്ത് മതാലസയില്ല, അവള് കഴിക്കൂല. ഞങ്ങളൊക്കെ കഴിച്ച് വന്നിപ്പോൾ 1 മണിക്കൂറായിട്ട് അവൾ അങ്ങനെ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവള് നോക്കിയിരുന്ന ഒന്നും പറ്റത്തില്ല. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഇത്രയും പറക്കിയെടുത്ത് നമ്മുടെ ഇന്നത്തെ ജോലി ചെയ്തില്ലെങ്കിൽ മിക്കവാറും അമ്മയുടെ നിന്ന് ഒരാഴ്ച മൊത്തവും നമുക്ക് വഴക്കായിരിക്കും കേട്ടോ. അമ്മയുടെ വഴക്ക് പേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അമ്മുക്കുട്ടി വരുന്നുണ്ടേ. ഐ ആം കമ്മിങ്. അമ്മുക്കുട്ടി നെല്ലിക്കയൊക്കെ പെരക്കി തുടങ്ങി കേട്ടോ. ചോറ് കഴിച്ചോ അമ്മു? എന്താ കഴിച്ചോ? ബാക്കി വെച്ചോ? പാത്രം കഴുകിയോ? ആ, ഒരിക്കലും കഴിക്കണ പാത്രം കഴുകരുത് കേട്ടോ. അച്ചോ, നീ അല്ലെങ്കിൽ കഴുകുവോ അമ്മു? വല്ലപ്പോഴും ആരെ പേടിച്ച് കഴുകും? എല്ലാം ഓക്കെ. ഇത് നെല്ലിക്ക അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ യുദ്ധം തന്നെയാണ്. മരവും അമ്മയും തമ്മിലുള്ള യുദ്ധമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ കുറെയൊക്കെ പറിച്ചിട്ടുണ്ട്. കുറെ ഒന്നുമില്ല. ഇവിടെ ഒരു കിളി വന്നു. ഒരു കൂട്ടം കിളി വന്നു. എന്നിട്ട് കുറെയൊക്കെ തിന്നു. അതുകൊണ്ട് ഇന്ന് കുറച്ചേ ഉള്ളൂ ഇപ്പം. അപ്പം നമ്മൾ അമ്മുമ്മ എന്ത് ചെയ്യുന്നു കാണും. ഈ അമ്മയോ എൻ്റെ ഉച്ചി, ഈ ഉച്ചിയിലൊക്കെ കടിക്കുന്നു എൻ്റെ അമ്മ. ഇതാണ് ലൗലോലിക്ക സാധനം. കൊല കൊല പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ അടക്കാൻ പാടാണെന്ന് മാത്രമേ ഉള്ളൂ. ദേ ഇത് കണ്ടോ, ഞങ്ങളുടെ ഇവിടെ ഒരു വേപ്പുണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവനും ഇങ്ങനെ ഉറുമ്പ് വന്നു. അപ്പോൾ ഒരു മഴയത്ത് ഇങ്ങനെ അത് ചാഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ കരുതി മഴയത്ത് അതിൻ്റെ കാറ്റിൽ പോയതാണെന്ന് കരുതി ഇങ്ങനെ വിഷമിച്ച്. കണ്ടോ വേപ്പ്, വലിയൊരു വേപ്പാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ അത് അടിയിൽ മുഴുവനും വലിയ ഉറുമ്പാണ് കേട്ടോ. ഉറുമ്പിങ്ങനെ കൂട്ടത്തോടെ വന്ന് അതിൻ്റെ വേര് നശിപ്പിച്ച്. ഇതിപ്പോ വേറൊരു ചീലാന്തി ഉണ്ടായിരുന്നു, അതിൻ്റെ മൂടും ഇതുപോലെ തന്നെ ഉറുമ്പിങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മരം മൊത്തത്തിൽ കണ്ടോ, മരം മൊത്തത്തിൽ ഇത് നശിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചാമ്പൽ തട്ടിയാൽ അത് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം അമ്മ അതുകൊണ്ട് കുറേ ചാമ്പൽ കൊണ്ടൊന്ന് തട്ടി. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, നോക്കാം. അങ്ങനെ ഞങ്ങൾ നെല്ലിക്കയൊക്കെ പരുക്കി. ഏകദേശം ഇത്രയും കിട്ടി കേട്ടോ. ഇനി ഇത് നല്ല അച്ചാർ വയ്ക്കും. നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കും. ഉപ്പിലിട്ട് വെച്ചിട്ട് ഇത് സ്ഥിരം പരിപാടി. അമ്മൂന് ചോറ് സ്കൂളിൽ കൊടുത്തേക്കുമ്പോൾ ഞങ്ങൾ അതിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും അല്ലേ അമ്മു? അതുകൊണ്ട് പറഞ്ഞ് അപ്പം അത് കരുതി കൂടുതൽ പറിച്ചു. പിന്നെ ചേച്ചിയാണെങ്കിൽ നല്ല ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. 2 നെല്ലിക്ക എടുത്ത്
തേങ്ങയും ഉപ്പും ഒക്കെ ഇട്ട് അരച്ച് മുളക് ഇട്ട നല്ല ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇനി അതുണ്ടാക്കി നോക്കണം. ഇപ്പം തന്നെ മണി 4 കഴിഞ്ഞു. ഞങ്ങളെ കൃഷിയും കാര്യങ്ങളും ഒന്നും നടന്നില്ല. അമ്മ വഴക്കായിരുന്നു ഇത്ര നേരം കേട്ടോ. വീഡിയോയുടെ മുന്നേ വന്ന് പാവം പോലെ ഇരിക്കുന്നു. അമ്മ പറയണ്, നെല്ലിക്ക ബാക്കിയെല്ലാം കിളി കൊണ്ടുപോയി, നീയൊക്കെ 2 എണ്ണം ഒരു വകയ്ക്ക് കൊള്ളൂല, എത്ര ദിവസം കൊണ്ട് ഞാൻ വിളിക്കുന്നു. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറിക്കാൻ പറ്റൂല, അപ്പം ഞങ്ങളുടെ ഹെൽപ്പ് വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ട് നിന്നെയൊക്കെ കരുതി എന്തിനിറങ്ങിയാലും അവിടെ നീയൊക്കെ അങ്ങനെ കുളമാക്കും, നശിപ്പിക്കും, അത്രയും പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ വഴക്കായിരുന്നു. ഇപ്പൊ വന്ന് ഒരു പച്ച തത്തയാണ് ഇതിനെല്ലാം കാരണം. ഒരു പച്ച തത്തയില്ല, കുറെ കിളികളുണ്ട് ഇവിടെ. പച്ച തത്തയാണ് കാരണം. പിന്നെ മിക്ക നെല്ലിക്കകളും കറമ്പിട്ടിട്ട് പോയി കളയും. ഞങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെതാ എന്നിട്ടുണ്ട് ഞങ്ങളെ ഉള്ള തെറി മൊത്തം വിളിച്ചിട്ട് നല്ല ഡീസന്റ് കുട്ടപ്പിയായിട്ട് വന്നിരിക്കുന്നു. ഊണൊക്കെ കഴിച്ചപ്പോൾ അമ്മയ്ക്ക് ക്ഷീണം, ഒരു വേർപ്പൊക്കെ വന്നെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇന്ന് തീരെയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ചാനലാണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല കേട്ടോ. ഷോർട്സ് എടുക്കേണ്ടത് ഒന്നും ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതൊരു എങ്ങനെയാണ് ഇതെടുക്കുന്നത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോരുത്തരും ഇങ്ങനെ ഫോണിൽ വിളിക്കും, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. പിന്നെ ആദ്യമൊക്കെ എടുത്ത കുറേ വീഡിയോ ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് മീൻസ് ഞങ്ങൾ എടുത്തിട്ട് കാണുമ്പം ഞങ്ങൾ ഫ്രണ്ട്സിന് ചേച്ചിക്കൊക്കെ അയച്ചു കൊടുക്കും. എന്നിട്ട് ഒരു ഇതിലെ ഡിഫക്റ്റ് എന്താണെന്ന് പറയുമെന്ന് പറയുമ്പം നിങ്ങൾ ചെയ്യുന്ന അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ പിന്നെ അതിനെ മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും എടുക്കും. അങ്ങനെ ഇപ്പോൾ കുറച്ചൊക്കെ ചെറിയ രീതിയിൽ ഞങ്ങൾ വീഡിയോ എടുക്കും. പിന്നെ എന്താ, ലോങ് വീഡിയോസൊന്നും ഞങ്ങൾ അധികം ചെയ്തിട്ടില്ല, കാരണം അതും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇനി ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ എന്താ അമ്മ ഒന്നും പറയുന്നു, ഈ കുറേ തെറ്റുകളൊക്കെ കാണും കേട്ടോ. തെറ്റുകളുണ്ട്, ഞങ്ങൾ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ഞങ്ങൾ തുടങ്ങി, പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഞങ്ങളുടെ കുറേ തെറ്റുകളൊക്കെ കാണും, അതൊക്കെ നിങ്ങൾ ഓക്കെ കമൻ്റ് ആയിട്ടായാലും ഇങ്ങനെ ചെയ്യൂ, അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം.